പെരും കാടല്ലയോ, ആ കാട്ടിൽ കയറി പോയിട്ടാ വിറവ് ഇറക്കാൻ പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പോലെ നീ കൊച്ചുങ്ങൾ പറഞ്ഞിട്ടാ ഇറങ്ങിപ്പോയി. എന്നിട്ടാ ഒരു പക്ഷേ 2 വിറവിന് പോയി ആ കാട്ടിൽ കയറി പോയി. ഇത് എന്തൊരു സാധനം കടിച്ചെന്ന് പോലും അറിയാമോ. കൊച്ചുങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേന് പോയി. എന്നെ പേര് വിളിച്ച് സിന്ധുയെ നമ്മൾ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി വരുന്നു. എന്ന് വെച്ചാൽ എന്തുവാന്ന് വെച്ചപ്പോൾ എന്നെ പാമ്പ് കടിച്ചിടിയെന്ന് പറഞ്ഞു. അന്നേരം അവൾ ചോദിച്ചു പാമ്പാന്നോ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അവരെ പാമ്പാ കടിച്ചത് ഞാൻ കണ്ടിട്ട് പോലും ഞങ്ങൾ അവിടെ കുത്തിയിരുന്നതൊക്കെ കണ്ടിട്ട് തന്നെ നിലവിളിച്ചു പോയി. ആദ്യമായിട്ടുള്ള സംഭവം ഞങ്ങളിങ്ങനെ പാമ്പ് കടിച്ചെങ്കിലും ആ കുഞ്ഞ് തന്നെ അവിടെ വന്ന് വീണ് ആ ചെതയിൽ തന്നെ വന്ന് വീണ് ചത്തെന്ന് പറയുമ്പോൾ അതുപോലും അറിയാതെ കടിച്ചു പോയതായിരിക്കും. അതിന് ശാപമോഷം കിട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കും. ഇതാണ് അതിന് തല കരിഞ്ഞു പോയില്ലേ? തല കരിഞ്ഞു പോയി. തലയുടെ ഭാഗത്ത് തന്നെ തലഭാഗത്ത് തന്നെ കരിഞ്ഞു പോയിരിക്കുന്നത്. ഇതൊരു കെട്ടുകഥയല്ല, ഒരു നടന്ന സംഭവമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് അമ്പലപ്പുറത്താണ്. 54 വയസ്സുള്ള ശാന്തമ്മ എന്ന് പറയുന്ന അമ്മയെ കഴിഞ്ഞ ദിവസം ഒരു പാമ്പ് കടിച്ച് മരണപ്പെടുകയുണ്ടായി. ആ അമ്മയുടെ ചിത കത്തിത്തീർന്നപ്പോൾ അതേ പാമ്പ് ആ ഒരു ചിതയിൽ വന്ന് തല കരിഞ്ഞ് ചത്ത നിലയിൽ കണ്ടത്. നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും. എന്നാൽ ഇവർ മക്കളും കൊച്ചുമക്കളും എല്ലാവരും വിശ്വസിക്കുന്നു ആ പാമ്പ് തന്നെ എന്നാണ് അവർ പറയുന്നത്. എൻ്റെ പേര് രാജേഷ്. എൻ്റെ അമ്മയാണ് മരിച്ചത്. അപ്പം ന്യൂ ഇയർ കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി ഇതുപോലെ വിറവെടുക്കാൻ വേണ്ടി 2-3 പേരൂടെ പോയതാണ്. അപ്പോൾ താഴെ വെച്ചാണ് ഇതുപോലെ സംഭവം നടന്നത്. അപ്പം മാക്സിമം എത്തിക്കാൻ പറ്റില്ല, പേടി കൊണ്ടായിരിക്കും, ഞങ്ങളെ ഓർത്തുള്ള പേടി കൊണ്ടായിരിക്കും മരണം കാണണമെന്ന് ഡോക്ടർ പറഞ്ഞത്. പേടി കൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷം കയറി കൊണ്ടായിരിക്കും മരണം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം മരിച്ചിട്ട് ഇപ്പം 4-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ രാവിലെ ഇങ്ങനെ നിന്നപ്പോൾ 2 ദിവസം ചെതച്ച് 2 ദിവസം കഴിഞ്ഞപ്പം ഇതേപോലെ ഒന്ന് വന്ന് നോക്കാമെന്ന് വെച്ച് അങ്ങനെ ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങി ചുമ്മാ നോക്കിയപ്പം എന്തോ ഒരു ഇതുപോലെ കിടക്കുന്ന കണ്ട്. നമ്മളത് ഇത്ര പ്രശ്നമില്ല, പണ്ടുള്ളവർ ഇത് പറയുന്നത് കേട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതുപോലെ സംഭവം എല്ലാവരും പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ തലഭാഗത്ത് നോക്കിയപ്പം ഒരു ചെറിയൊരു കൊച്ചു സാധനം. ഞാൻ വെച്ചില്ലേ ഈ അയിനിയുടെയൊക്കെ പൂ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നതാണ്. ഞാൻ ചുമ്മാ ഒന്ന് ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പം സംഭവം അതല്ല, ഏതൊരു കുഞ്ഞ് പാമ്പിൻ്റെ രൂപം കണ്ട്. അത് അമ്മയുടെ തലഭാഗത്ത് തന്നെ കിടക്കുന്നത്. പക്ഷെ എന്നിട്ട് എൻ്റെ തലയുടെ ഈ കാല് ആ ചെതയെടുത്ത് വെക്കുമ്പോഴും ചൂട് അറിയാൻ പറ്റും. ഇങ്ങനെ ചൂട് വന്നിട്ട് ഈ ഒരിക്കലും പാമ്പ് വീഴത്തില്ല എന്നുള്ള ഒരു മനസ്സിൽ തോന്നി. ഇത്രയും ചൂടുള്ള സമയത്ത് ഉറുമ്പായാലും ഒരു സാധനം പോലും അതിനകത്ത് വീഴത്തില്ല എന്ന്. അപ്പോൾ ഞാൻ നേരെ എൻ്റെ അളിയൻ്റെ അടുത്ത് കാണിച്ചു, അളിയൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വരെ. അപ്പോൾ അളിയനിങ്ങനെ വന്ന് നോക്കിയപ്പം അളിയനും പറഞ്ഞ് സംഭവം ഉള്ള ഇത് പാമ്പാ എന്ന് പറഞ്ഞു. അങ്ങനെ പലരെയും കാണിച്ച് പലരും ഓരോ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ട്, അത് അറിയാതെ കൊത്തിയതായിരിക്കും, അത് അതിൻ്റെ പാവം തീർക്കാൻ വേണ്ടി വന്ന് ഒന്നീ തലയിൽ ചാവെന്നും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. കേട്ട് പുരാണങ്ങൾ നമ്മളിങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയാനില്ല. ഓരോരുത്തരിങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു. നമ്മൾ പ്രായച്ചിത്തമാണ്, അത് അറിയാതെ പോയി കൊത്തിയാണ്. ഇത് ഈ മണ്ണെടുത്തപ്പം ചിലപ്പം ഈ കമ്പൊക്കെ വന്ന് അടിച്ചതിന് ദേഷ്യം വന്നിരുന്ന സമയത്താണ് എൻ്റെ അമ്മ അറിയാതെ പോയി വിറവെടുക്കാൻ വേണ്ടി പോയത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്രയും വർഷം കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാളല്ല, ഞാൻ ജനിക്കുന്ന കാലം മുട്ടേ ഇവിടെ കയറി നടക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ ഇതുവരെ ഞാൻ പാമ്പിനെ കണ്ടിട്ടില്ല, ചുരുട്ട കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതുവരെ പാമ്പിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ അമ്മ ചിലപ്പം മേലോട്ടും റബ്ബർ മേലോട്ട് നോക്കി നടന്നപ്പോൾ അറിയാതെ കയറി കടിച്ചാണ്. അങ്ങനെ അത് അറിയാതെ കടിച്ചെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ പാപം തീർക്കാൻ വേണ്ടി, അതിൻ്റെ വംശം തീർക്കാൻ വേണ്ടി ഒന്നെങ്കിൽ തീരും അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കാണുമെന്നൊക്കെ പറഞ്ഞു. എവിടെ ചെയ്തേ? അവിടാണ്. കണ്ടാലോ? അച്ഛൻ്റെ കുഴിമാടത്താണ് അമ്മ അടയ്ക്കുന്നത്. അച്ഛൻ നേരത്തെ മരിച്ചോ? അച്ഛൻ കൊച്ചുനാളിലെ മരിച്ചു പോയതാണ്. ഇവിടെ അമ്പലപ്പുറത്താണ് ഈ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു സംഭവം നടന്നത്. ഇതാണ് അന്ന് ഒരുക്കിയ ചിത, അമ്മയുടെ ചിത ഇതായിരുന്നു അല്ലേ? ഇതാണ് ചിത. ഇത് പിന്നെ ആരും ഇല്ലെങ്കിലും പട്ടിയേക്കണം കയറി നിരങ്ങും മാന്തെന്ന് വെച്ചിട്ട് ഷീറ്റ് പറക്കുക അങ്ങനെ എടുക്കാൻ വന്നതാണ്, ഞാൻ അടയ്ക്കാൻ വന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തലഭാഗത്തിനെ കണ്ടത്. ഇവിടെ സഞ്ചയനത്തിൻ്റെ ദിവസത്തിലോ അല്ലേ? എന്നാ നാളെ? സഞ്ചയനം നാളെയാണ്, 4 ദിവസമായി. ഇതാണ് ഇപ്പം ചെറിയൊരു ഇതാണ് പാമ്പല്ലേ? അന്നേരം എല്ലാവരും പറയുന്നത് ഇത് ഒരിക്കലും ഈ ചൂട് സമയത്തൊന്നും വീഴാൻ ചാൻസ് ഇല്ല. ചിലർ പറയുന്ന മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് വീണയായിരിക്കും.
ഓരോ കാര്യം പറയുന്നു, നമ്മൾ കേൾക്കുന്നു. ചിലർക്ക് അനുഭവമുള്ളവരിങ്ങനെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ അവർ മറ്റുള്ളവർ നമ്മൾ ഈ പറയുന്നത് കേട്ടും അവരെ കാണിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ അവരെയും അച്ഛനും അമ്മയും ഇതുപോലെ മരിക്കുമ്പോൾ പാമ്പ് കടിച്ച് മരിച്ചവരെയൊക്കെ അവരെ വീട്ടുകളിൽ പോയി കണ്ടിട്ടുണ്ടെന്നും. ഞാൻ ഉപയോഗിച്ചത് വേറെ ഒരു കരിയർ ആയിരിക്കും എന്ന് വിചാരിച്ച് തിരിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടത്. ശാന്തമ്മയുടെ കൂടെ ഇങ്ങനെ വേറെ ആ കടിച്ചതിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇതേപോലെ വന്ന് വീണത്. ഭയങ്കര സങ്കടമാണ്. വെയ്യ, എനിക്ക് അതിൻ്റെ കാര്യം ഓർമ്മിക്കാൻ പോലും വയ്യ. എന്തോ പറയുന്നേ ഒക്കത്തില്ല, ഒന്നും പറയാനില്ല നമുക്ക്. ഞങ്ങൾക്കില്ലാതെ പോയി, അത്രയേ ഉള്ളൂ. ഉണ്ട്, നമുക്കറിയത്തില്ല മക്കളെ എന്തുവാ എന്തിരനമാന്ന് പോലും അറിയത്തില്ല, പറയാൻ പറ്റില്ല. എനിക്കറിയത്തില്ല അങ്ങനെ അറിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതെ പോയി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാമായിരുന്നു, എൻ്റെ മക്കൾക്ക് എല്ലാമായിരുന്നു. അവർക്ക് രായും പകലും അവർ ഇറങ്ങിപ്പോയിട്ട് കയറി വരുമ്പം ഇതുവരെ ആ കുഞ്ഞിനെ നോക്കി ഇരിക്കാനായാലും അവരുടെ അത്താണിയാണ് പോയത്. ഇനിയിപ്പം നമ്മൾ എന്തോ പറയുന്നത്, ഒന്നും പറയാനില്ല. പറയാണ്ട് കൊച്ചുങ്ങളാ പിടിച്ചോണ്ട് പോയതും കണ്ടതും ആശുപത്രി കൊണ്ടുപോയതും എല്ലാത്തിനും സാക്ഷികളവരാ. അവർ എല്ലാം പറയൂ, അവർക്കേ അറിയാവൂ. നമ്മളിതെല്ലാം കേട്ടതല്ലേ ഉള്ളൂ. ഞങ്ങൾക്കില്ലാതെ പോയി. ഇപ്പം ഞങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നീതി കൂടുതൽ എന്തോ പറയുന്നത്. എന്നാൽ ഈ ഒരു കുഞ്ഞ് പാമ്പിനെ ഞങ്ങൾ ആ ചെതയുടെ മേളിൽ കണ്ടെന്ന് പറയുമ്പോൾ ഇതൊരു സത്യമാണേ, ഒരു സത്യ ഒരു അത് ശാപമോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് വന്നത്. ഞാൻ അറിയാതെ ചെയ്തു പോയി എന്ന എൻ്റെ സന്താനങ്ങളും കൂടെ പോട്ടെന്ന് വിചാരിച്ച് വന്നതായിരിക്കും. ഞങ്ങളുടെ കണ്ണി ആ കൊച്ചിൻ്റെ അവൻ്റെ കണ്ണി കാണിച്ച്, അതുകൊണ്ട് അത് സത്യമാണ് അത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരുപാട് ആശ്വസിക്കുക. അപ്പോൾ ശാന്തമ്മയുടെ കൂടെ വിറവിറക്കാൻ പോയ ചേച്ചിമാരാണ്. ചേച്ചി എന്താണ് അന്ന് സംഭവിച്ചതെന്നല്ല ഓർമ്മയുണ്ടോ? രാവിലെ ഇതുപോലെ റബ്ബറിൻ്റെ പാലെടുത്തിട്ട് തിരിച്ച് കഴിഞ്ഞോട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അവിടെ വിറക് പറക്കാൻ പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇവർ ശാന്തമ്മ അങ്ങോട്ട് പൊക്കോ, ഞാൻ വരാം, ഞങ്ങൾ ഇവിടെയും വരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശാന്തമ്മ അങ്ങ് പോവുകയും ചെയ്ത് ഞങ്ങൾ വേറൊരു കൊച്ചുണ്ടായിരുന്നു, അയാളെ കൂടെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ 3 പേരുടെ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പം ശാന്തമ്മയെ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വിറവൊക്കെ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ശാന്തമ്മ ഒരു കുടുവാളമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെ പോയിരുന്നു ഇത്ര നേരം എന്ന് വെച്ച് പറഞ്ഞു ഇവിടെ ഒരു മരം കടന്നത് വെട്ടി താഴിട്ടതാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കൂടെ പിന്നെ കയറി വന്ന് കുറച്ചൊക്കെ വേരൊക്കെ വെട്ടി, അവിടെ ഒന്നും ഇല്ലായിരുന്നു, ചുള്ളിയൊന്നും ഇല്ലായിരുന്നു. കുറേ വേരൊക്കെ വെട്ടിയിട്ട് അന്നേരം ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞു ബാ നമുക്കങ്ങ് പോകാം, ഇവിടെ ഭയങ്കര വെയിലില്ലയോ, ഇനി തലവേദനയൊക്കെ എടുക്കും, നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഇതുപോലെ നിങ്ങളങ്ങോട്ട് നടക്കും, ഞങ്ങൾ ഞങ്ങൾ വന്നതല്ലേ ഉള്ളൂ, അങ്ങോട്ട് വരാമെന്ന്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് വിറകൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ട് ഞങ്ങളുടെ വയലിൽ ഇവിടെ ഇങ്ങനെ താഴെ ഇവരുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വയലിൽ നിന്ന് നേരത്തെ പറക്കി വിറവ് ഇങ്ങോട്ട് കൊണ്ടിടാനായിട്ട് ചെയ്യുമോ. ഞങ്ങൾ ചോദിച്ചു ഇതുവരെയും പോയില്ലയോ. അന്നേരം ഇങ്ങനെ പറക്കിക്കൊണ്ടിടുന്നു. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വെട്ടിയതെടുക്കാനായിട്ട് ഞങ്ങളങ്ങ് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുപോലെ വെയിലൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു, ഒരു നല്ല തറയെല്ലാം അവിടെ പോയിരുന്നു. അന്നേരം ഞങ്ങളുടെ കൂടെ മറ്റുള്ളൊരു കൊച്ചാണെങ്കിൽ അവളിങ്ങോട്ട് വയലോട്ട് ഇത് കൊണ്ടിടാനായിട്ട് വന്നതാണ്. വന്നപ്പോൾ എന്നെ പേര് വിളിച്ച് സിന്ധു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി വരുന്നു. എന്ന് വെച്ചാൽ എന്തുവാന്ന് വെച്ചപ്പോൾ എന്നെ പാമ്പ് കടിച്ചിടിയെന്ന് പറഞ്ഞു. അന്നേരം അവൾ ചോദിച്ചു പാമ്പാന്നോ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറയാം പാമ്പാ കടിച്ചത്, ഞാൻ കണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളങ്ങ് ബാക്കിൽ നിന്നിരുന്നു. അപ്പം അവൾ തിരിഞ്ഞ് ഇവക്കളുടെ അടുത്തോട്ട് പറയുന്ന എടിയെ ഇതുപോലെ ചേച്ചി പാമ്പ് കടിച്ചിടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളിങ്ങനെ നോക്കൊണ്ടിരുന്ന സമയത്ത് അവർ മറിഞ്ഞങ്ങ് വീഴുകയാണ് ചെയ്തത്. അപ്പോഴേ ബോധം പോയി. അങ്ങനെ ഇവൾ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇതോ ശാന്തമായി പാമ്പ് പിടിച്ച് കിടക്കുന്നു, ആരുടെയെങ്കിലും ഒന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മേടി അവർ മരം മുറിക്കുന്നവരൊക്കെ നിൽക്കുന്നതായിരുന്നു. അവരുടെ അടുത്ത് ഓടിപ്പോയി പറഞ്ഞ് അവർ JCBയുടെ പിള്ളേരെല്ലാം കൂടെ ഓടി വന്നു. 3-4 പേരുണ്ടായിരുന്നു. അവരോടി വന്ന് എടുക്കാൻ നോക്കി. പക്ഷേ ഞാൻ വന്ന് വിളിച്ച കണക്കെ ഒന്നും അനക്കമൊന്നുമില്ല. അപ്പോഴേ ബോധം പോയി. മരിച്ചു കിടക്കുമായിരുന്നോ ബോധം ഇല്ലാത്തതാണോ നമുക്കറിയാൻ വയ്യ. പിന്നെ എങ്ങനെയെങ്കിലും
അങ്ങ് എത്തിക്കുക എന്നുള്ളൊരിതേ ഉള്ളായിരുന്നു. പക്ഷേ നമുക്ക് വഴി തടസ്സമായി, റോഡൊന്നും ഇല്ലായിരുന്നല്ലോ, വയലിൽ കൂടെ കൊണ്ടുപോയതുകൊണ്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങ് അരമണിക്കൂറോളം എടുത്ത് മുകളിലെത്തിക്കാൻ. പിന്നെ ഞങ്ങളുടെ അനിയൻ്റെ ഓട്ടോയ്ക്കകത്താണ് വന്നത്. അങ്ങനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും രാജേഷിനെ ഞങ്ങളതിനിടയ്ക്ക് വിളിച്ചായിരുന്നു. രാജേഷ് അതുപോലെ ഹോസ്പിറ്റലിൽ എത്തി, എല്ലാവരെയും അറിയിച്ച് അങ്ങനെ വന്നവർ. പക്ഷേ ഞങ്ങളവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ECG ഒക്കെ എടുത്തപ്പോഴത്തേക്കിനും മരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വാർത്ത കേട്ട് അതിൽ ഒരു പാമ്പ് വന്ന് ഞങ്ങൾ കണ്ട് ഇങ്ങനെ കണ്ടായിരുന്നോ? പോയി കണ്ടായിരുന്നോ? പോയില്ല. രാജേഷ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചായിരുന്നു. ഇതിൻ്റെ കരയാണ് നിന്നത്, ഇതിനക്കര കര, ആ അടയ്ക്കാമരമൊക്കെ നിൽക്കുന്നതിൻ്റെ ആ സൈഡിലായിരുന്നു. അവിടെ ആയിരുന്നല്ലേ? ഞങ്ങൾ ഈ വയലിൻ്റെ കരയ്ക്ക് അവിടെ നിന്നതാണ്. ഇവിടെ നിന്നപ്പോഴാണ് ഇവിടുന്ന് ഓടി അങ്ങോട്ട് നടന്നങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ഇല്ല, പന്നിശല്യാണ്ട് ആരും കൃഷിയും ചെയ്യുന്നില്ല. നേരത്തെ പാമ്പിനെ കണ്ടവരുണ്ട്, പോച്ചോറിക്കാനൊക്കെ ഇറങ്ങിയപ്പോഴൊക്കെ. ഇത് വഴിയാ, നടവഴിയാ? ഇതേപോലെ റോഡ് പോലെ ഒരാളും കൃഷി ചെയ്യുന്നില്ല. കണ്ടം ഇത്ര കൃഷി ചെയ്യാതെ ഭൂമി. അവർക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി മാത്രം ഈ വഴി തെളിച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നും ചെയ്യില്ല. ഈ വഴി ഇവിടെ എന്തോ ക്ഷേത്രം ഉണ്ടോ? ഇവിടെ നാഗരാജ ക്ഷേത്രം ഉണ്ട് അല്ലേ? കാവ് പോലെ. ഇത് ഈ കാണുന്ന എല്ലാം അവരുടെയാണ്. ഇവിടെ ഒരുപാട് പോകണം ക്ഷേത്രം. ഈ കാണുന്നത് ഈ കാണുന്നത് ക്ഷേത്രം എന്താ? നാഗരാജ ക്ഷേത്രം. ആ, ശാന്തമ്മ അമ്മ തന്നെയാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നാഗരാജ ക്ഷേത്രമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ സൈഡിൽ കാണുന്ന ഈ ഒരു കാട്ടിൽ വെച്ചാണ് പാമ്പ് കടിയേറ്റത്. അതുപോലെ തന്നെ ഈ ശാന്തമ്മ അമ്മ സ്ഥിരം വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു ക്ഷേത്രമാണ് ഈ നാഗരാജ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് ഇവർ പറയുന്നതിൽ വിശ്വാസം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര അമ്പലപ്പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പോൾ എന്തായാലും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.